പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് എത്രയോ വലിയ അനുഗ്രഹമാണ് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ജീവനെ പരിപാലിക്കുന്നു, നമ്മുടെ കുടുംബത്തെ പുലർത്തുന്നു. കഷ്ടതയിലും കണ്ണുനീരിലും അവിടെ നമ്മുടെ കൂടെ നിൽക്കുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാം. ഈശോയുടെ വചനമനുസരിച്ചുകൊണ്ട് കൂടുതൽ തീഷ്ണമായിട്ട് ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ അടഞ്ഞ വഴികളെ അവൻ തുറന്നു തരും, കണ്ണുനീര് തുടയ്ക്കും, രോഗങ്ങൾ സൗഖ്യമാക്കും, സഹനങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം അവൻ നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ അടുത്ത നാളുകളിൽ നമ്മളൊക്കെ ഒത്തിരിയേറെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. നമ്മുടെ നാട്ടിൽ ഒത്തിരിയേറെ കൊലപാതകങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അത് വലിയൊരു അർത്ഥമുണ്ട്. അമ്മ എന്ന വാക്കിന് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അമ്മയോടും അപ്പനോടുമാണ്. ഈ അടുത്ത നാളിൽ ഒരു വാർത്ത കണ്ടു, മകൻ അമ്മയെ കൊന്നു. ജന്മം നൽകിയ അമ്മയെ കൊന്നു. അത് ജന്മം നൽകിയതിനാണ് അമ്മയെ കൊന്നത്. എത്രയോ ക്രൂരമാണിത്. ഒരു കുഞ്ഞിനെ കിണറ്റിൽ ഇട്ട വാർത്ത. കുഞ്ഞ് മരിച്ചുപോയി. കാമുകൻ കാമുകിയെ കുത്തിക്കൊല്ലുന്നു. മറ്റൊരു സംഭവം, കാമുകന് വിഷം കൊടുത്തു കൊല്ലുന്നു. അങ്ങനെ കൊലപാതകത്തിൻ്റെ ഒരു പരമ്പര തന്നെ അടുത്ത നാളിലായിട്ട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, ടി വിയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയുമൊക്കെ ചെയ്തു. ശരിക്കും പൈശാചിക ശക്തികൾ വ്യക്തികളെ കീഴ്പ്പെടുത്തി നിറഞ്ഞാടുകയാണ്. കൊലപാതകത്തിൻ്റെ ദുരാത്മാവ് മനുഷ്യനെ കൊല്ലുവാനായിട്ട് പ്രേരണ കൊടുക്കുന്ന ദുരാത്മാവ്. ശരിക്കും നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, കായേൻ ആബേലിനെ കൊന്നു. ആദ്യത്തെ കൊലപാതകം. അവൾ കായേനിൽ പ്രവർത്തിച്ച അതേ അശുദ്ധാത്മാവ്, കൊലപാതകത്തിൻ്റെ ആത്മാവ് സഹോദരനെ, സഹോദരിയെ, അല്ലെ അമ്മയെ, ഭർത്താവിനെ, അല്ലെ മകനെയൊക്കെ കൊല്ലുന്ന ഒരു സ്ഥിതി. ഇത് ശരിക്കും പൈശാചിക അരൂപിയുടെ സ്വാധീനമാണ്. ദുഷ്ടപിശാച് അവനിങ്ങനെ നടക്കുകയാണ്. യോഹന്നാൻ 8:44, കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. അവൻ ആദ്യം മുതലേ കൊലപാതകിയാണ്. വചനം പറയുന്നു, കള്ളനാണ്, കൊലപാതകിയാണ്. അത് കൊലപാതകിയായ സാത്താൻ, കൊലപാതകത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന തിന്മയുടെ ആത്മാവ്. അത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളുമൊക്കെ ലംഘിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വ്യക്തികൾ ജീവിക്കുമ്പോൾ അവരിൽ വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾ ശക്തമായിട്ട് ആവസിക്കും, സ്വാധീനം ചെലുത്തും. അതിൽ പ്രധാനപ്പെട്ട ഒരു പൈശാചിക ആത്മാവാണ് കൊലപാതകത്തിൻ്റെ ആത്മാവ്. കൊലപാതകത്തിൻ്റെ ഒരു സ്പിരിറ്റ് ചില വ്യക്തികളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കൊലപാതകം ഒത്തിരിയേറെ ലോകമെമ്പാടും വർദ്ധിക്കുക. ചില ഭരണാധികാരികളിൽ ശക്തമായിട്ട് ഈ കൊലപാതകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഭരണാധികാരികളുണ്ട്. പിശാച് ആദ്യം മുതലേ കൊലപാതകിയാണ്. അവൻ കള്ളനാണ്, അവൻ നുണയനാണ്, നുണയുടെ പിതാവാണ്. അവൾ കായേനിൽ പ്രവർത്തിച്ച അതേ ആ അശുദ്ധാത്മാവ്, കൊലപാതകത്തിൻ്റെ ആത്മാവ് ഇന്ന്
ശക്തമായിട്ട് അനേകരെ വേട്ടയാടുകയാണ്, അനേകരിൽ കുടികൊള്ളുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 21 വചനം പറയുന്നുണ്ട്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനായി തീരും. ദൈവം നൽകിയ കൽപ്പനകളിൽ 5-ാമത്തെ കൽപ്പനയാണ് കൊല്ലരുത് എന്നുള്ളത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലുമൊക്കെ സ്ഥായിയായിട്ട് വെറുപ്പും വൈരാഗ്യവും പ്രതികാരത്തിൻ്റെ മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊലപാതകത്തിന് തുല്യമായ പാപം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം ആരെയും വെറുക്കുവാൻ പഠിപ്പിക്കുന്നില്ല. ദൈവം സ്നേഹമാണ്. നമ്മളെ വെറുക്കുന്നവരെ പോലും, നമ്മളെ പീഡിപ്പിക്കുന്നവരോട് പോലും നമ്മൾ ക്ഷമിച്ച് അവരെ സ്നേഹിക്കാനാണ് യേശു പഠിപ്പിക്കുന്നത്. കൊല്ലുന്നവൻ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വളരെ വളരെ ഗൗരവമേറിയ ഒരു പാപമാണ് കൊലപാതകം. അപ്പോൾ സഹോദരനെ വെറുക്കുന്നത് പോലും, മുറിപ്പെടുത്തുന്നത് പോലും ഗൗരവമുള്ള പാപമായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ഹൃദയം ആഴമായിട്ട് ഒന്ന് പരിശോധിക്കണം. ആരോടെങ്കിലുമൊക്കെ മനസ്സിൽ സ്ഥായിയായിട്ട് വെറുപ്പും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. കോപിച്ചുകൊള്ളുക, എന്നാൽ നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, നീ കോപിച്ചുകൊള്ളുക. മനുഷ്യനാണോ? കോപമുണ്ടായിരിക്കും, പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം നീണ്ടു നിൽക്കരുത്. അതായത് കോപം തോന്നുക, ദേഷ്യപ്പെടുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നമ്മൾ ആരോട് കോപിച്ചോ ആ വ്യക്തിയുമായിട്ട് നമ്മൾ രമ്യതപ്പെടുക, സ്നേഹത്തിലാവുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരോടും വിദ്വേഷവും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിന്റെ വൈരാഗ്യം പൂർണ്ണമായിട്ട് നീ ഉപേക്ഷിക്കുക. അതായത് വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നീ രാത്രിയിൽ ഉറങ്ങുവാൻ പോലും പാടില്ല. അങ്ങനെ നീ ഉറങ്ങിയാൽ നിന്റെ കൂടെ നിന്റെ ഹൃദയത്തിൽ സാത്താൻ വാസം ചെയ്യും. വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ അരൂപിയായ പിശാച് മനുഷ്യനെ ഇങ്ങനെ കീഴ്പ്പെടുത്താൻ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുകയാണ്. നമ്മൾ ഒരിക്കലും സാത്താന് ഇടം കൊടുക്കരുത്. സാത്താന്യ ശക്തികൾക്ക് നമ്മൾ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനോട് കോപിച്ചാൽ, അകാരണമായി കോപിച്ചാൽ ന്യായവിധിക്ക് അവൻ അർഹനാകും. തുടർന്ന് പറയുകയാണ്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നമ്മളൊരാളെ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ, ഭോഷ എന്ന് വിളിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ വാക്കുകളല്ല, അത് വിദ്വേഷത്തിൻ്റെ വാക്കുകളാണ്. ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. അവിടെ ആരെയും വിഡ്ഢി എന്ന് വിളിക്കാനോ ഭോഷൻ എന്ന് വിളിക്കാനോ നമുക്ക് അവകാശമില്ല. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം സൃഷ്ടിച്ചവരാണ്. ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും വിഡ്ഢിന്നോ ഭോഷാന്നോ വിളിച്ച് നമ്മൾ അധിക്ഷേപിക്കാനായിട്ട് പാടില്ല. കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരുണ്ട്, അല്ലേ? അംഗവൈകല്യമുള്ളവരുണ്ട്,
ബുദ്ധിക്കുറവുള്ളവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒരിക്കലും അധിക്ഷേപിക്കരുത്. അവരെ നമ്മൾ മുറിപ്പെടുത്താതിരിക്കാൻ വളരെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇവിടെ പറയുകയാണ്, വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അത്രമാത്രം ഗൗരവമായിട്ടാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാളെ വിഡ്ഢി എന്ന് വിളിച്ചാൽ നരകാഗ്നിക്ക് നീ അടിമപ്പെടും, അല്ലെങ്കിൽ നരകാഗ്നിയിലേക്ക് പോകേണ്ടി വരുന്ന. അപ്പോൾ എത്രമാത്രം നമ്മൾ നമ്മുടെ വാക്കിനെ സൂക്ഷിക്കണം, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം. ഇതിനു സാധിക്കണമെങ്കിൽ, നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാതെ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണമെങ്കിൽ, വാക്കുകളെ നിയന്ത്രിക്കണമെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എത്രമാത്രം നമ്മിൽ നിറയുന്നുവോ, ആത്മാവ് നമ്മൾ ശക്തി പ്രാപിക്കുന്നുവോ, അതനുസരിച്ച് മാത്രമേ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തൻ്റെ ജഡത്തെ ശക്തമായിട്ട് നിയന്ത്രിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തിരസ്കൃതനാകാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായി ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു. 1 കൊരിന്തോസ് 9:27. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു കീഴടക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങളെ കർശനമായിട്ട് ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമ്മുടെ ചിന്തകളെ, ഭാവനകൾ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. നമ്മുടെ നാവിനെയും ചുണ്ടുകളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. ഭക്ഷണാസക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കണം. ലൈംഗിക വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം. അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. അത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും, കൈകളെയും കാലുകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം കർശനമായിട്ട് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഒരു ആത്മീയ മനുഷ്യനായിട്ട്, കൃപ നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് അഭിഷേകത്തിൽ നമുക്ക് വളർന്ന് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.